ഇന്ന് നമുക്ക് ഹൗസ് ബോട്ടിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ 10:45 മുതൽ 5 മണി ഈവനിങ് 5 മണി വരെയാണ് നമുക്ക് ടൈം. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സോഫയും ടേബിളും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നടക്കുമ്പോൾ 5 മുറികളാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് 3 മുറികളാണ്. ആ മുറിയുടെ സൈഡിലായിട്ടൊക്കെ വിൻഡോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ട് ഒതുക്കിയിട്ടിരിക്കുന്നതും ബോട്ടുകൾ പോണതും ഒക്കെ ആയിട്ട് കാണാം. നമ്മൾ മാത്രമല്ല, കുറേ പേരുണ്ടല്ലോ ഹൗസ് ബോട്ടിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ബോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഹൗസ് ബോട്ടുകളും അല്ലാത്ത ബോട്ട്, സ്പീഡ് ബോട്ട്. മുറിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു വിൻഡോ ഉണ്ട്. അവിടെ കൂടെ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ്, സാമ്പാർ, കരിമീൻ പൊള്ളിച്ചത്, സലാഡ്, വിഴുക്കോട്ട്, തോരൻ, പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും വാങ്ങിച്ചില്ല. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിങ്ങനെയിരുന്നു. ഐസ്ക്രീം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയത്തും നമ്മുടെ ഹൗസ് ബോട്ട് സൈഡിലായിട്ട് ഒതുക്കിയിട്ടിക്കും. ആ സമയത്ത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനൊരു അങ്കിള് ഐസ്ക്രീം കൊണ്ടുവരും. അപ്പോൾ അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ നട്ടുച്ചയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കിയാൽ നമ്മുടെ കായൽ സ്വർണ്ണം വിട്ട് തിളങ്ങും പോലെയാണ് തിളങ്ങുന്നത്. പിന്നെ നമുക്ക് ഈ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറാം. ഒരു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ ക്രിസ്മസിൻ്റെ അന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് 5 മണിയാകുമ്പോഴാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം. ആ സമയമൊക്കെ ആയപ്പോൾ അവർ ടീയും സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോണ വഴിയാണിത്. രാത്രി നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പം പോണ വഴിക്ക് നല്ല രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോണ വഴിക്ക് തന്നെ രുചിയിടം എന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പിൽ കറികളൊക്കെ കിട്ടുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ പോയി കഴിച്ചു. നമ്മളൊന്നും പോയി കഴിച്ചില്ല. നമ്മൾ പുനലൂർ ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ബട്ടർ ചിക്കനും പനീറും ഫ്രൈഡ് റൈസൊക്കെ കൂടെയാണ് കഴിച്ചത്. എനിക്ക് പൊറോട്ടയും ബട്ടർ ചിക്കനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.